ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും സുഖം കരുതുന്നു. വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ സൈക്ലിംഗ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് സിറൽ സാവിയോ. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റൈഡ് നടത്തുവാണ്. എൻ്റെ വീടായ കോതമംഗലത്ത് നിന്ന് മൂന്നാറിലേക്ക്. കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു ആ, ആകാംക്ഷ ഉണ്ടായിരിക്കും, സൈക്കിളിൽ മൂന്നാറിലേക്കോ? അതെ ഗൈസ്, മൂന്നാറിലേക്ക് തന്നെ ബാക്ക് ടു ബാക്ക്. ഇന്ന് തന്നെ തിരിച്ചെത്തണം. ടൈറ്റ് ഷെഡ്യൂളാണ്. ഏറെ നാളത്തെ ഒരു ആഗ്രഹമാണ് സഫലീകരിക്കാൻ പോകുന്നത്. ആ, ഞാൻ എൻ്റെ അവധിക്കാലം എല്ലാ പ്രാവശ്യം അവധിക്കാലത്ത് നാട്ടിലെത്തുമ്പോൾ പ്ലാൻ ചെയ്യുന്നതാണ്. 3 പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ട് സക്സസ് ആയില്ല. പ്രാവശ്യം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം മണിക്കൂറോളം കഴിഞ്ഞു. നേരിമംഗലം എത്താറായി. പ്ലാൻ ചെയ്തതിനേക്കാൾ ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങാൻ പറ്റിയത്. എനിവേ, ഐ ആം ഓൺ ദി സാഡിൽ. സോ ഗൈസ്, മൂന്നാറിലെ സ്റ്റണ്ണിങ് ആൻഡ് അമേസിങ് വ്യൂസിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട 1 മണിക്കൂറിൽ തന്നെ നേരിമംഗലം എത്തിയിട്ടുണ്ട്. നമ്മൾ ഹൈ റേഞ്ചിൻ്റെ കവാടമായ ഈ ഒരു പാലം, പഴയ പാലം നമുക്ക് കാണാൻ സാധിക്കും. പുതിയ പാലം തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. പഴയ പാലം നമ്മൾ കിടക്കുവാണ്. പുതിയ പാലം അത്യാവശ്യം വീതിയുള്ളതാണെന്ന് തോന്നുന്നു. ഈ പഴയ പാലത്തോടെ 2 ബസ്സുകൾക്ക് യാത്ര അത്ര പ്രായോഗികമല്ലായിരുന്നു. എനിവേ, അപ്പം നമ്മൾ നേരിമംഗലം പാലം കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ റാണിക്കൽ എന്നൊരു പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ. സോ ഇവിടെ ഒരു എന്നാ പറഞ്ഞ ഒരു മൈൽ സ്റ്റോണിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹൈ റേഞ്ച് റോഡ് എന്നാ പറയുന്നത് മലയാള മാസവും വർഷമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ നോക്കേണ്ട വരും എന്നാണ്. എനിവേ, തുലാം 1103 തുടങ്ങിയിട്ട് മീനം 1106 ഇത് പണി തീർന്ന് ഓപ്പൺ ആയത്. സേതു ലക്ഷ്മി ബായിയാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്തത്. എനിവേ, ഇവിടെ എലിഫൻറ്റിൻ്റെ വാണിംഗ് കാര്യങ്ങൾ, എലിഫൻറ്റിൻ്റെ പ്രസൻസ് എന്ന അനത്താരയുണ്ടെന്നുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, ഇവിടുന്ന് തൊട്ട് നമ്മളിനി കയറ്റാണ് ഏകദേശം അടിമാലി വരെ. അത് കഴിഞ്ഞ് മൂന്നാറിലേക്ക്, അതും നല്ല കയറ്റാണ്. അപ്പോൾ പോളിസിയാണ് ഗൈസ് കാണാവുന്നത്. അപ്പോൾ ഞാൻ ചീയപ്പാറ വാട്ടർഫാൾസ് എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 9 കിലോമീറ്റർ ആവറേജ്. ഞാൻ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 21 ആയിരുന്നു. ഇപ്പോൾ 15.1 ആയി. സോ അറിയാം, ഇനിയും നമുക്ക് ഫുൾ ക്ലൈമ്പാണ് അടിമാലി വരെ. അതായിട്ട് കുറച്ച് ദൂരം ഉണ്ടാവും. ദെൻ ഒരു സ്ട്രെയിറ്റ് ആ റോഡ്, ദെൻ അഗെയിൻ ക്ലൈമ്പാണ്. സോ ചെറിയ സ്നാക്സ് കഴിച്ചില്ലെങ്കിൽ സോ എൻ്റെ ക്ലൈമ്പിങ്ങിൽ ഞാൻ 4 ഇയേഴ്സ് ബിഫോർ ഞാൻ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല. സോ ലെറ്റ്സ് സീ എങ്ങനെ പോകുന്നു. ഇതുവരെ ഓക്കെയാണ്. കാലൊന്നും അത്ര വലിയ വേദനിക്കുന്നില്ല, കുഴപ്പമില്ല. അങ്ങനെ അടിമാലി ടൗൺ എത്തിയിരിക്കുകയാണ്. രാവിലെ സമയം 9 മണിയായി. വീട്ടിൽ നിന്ന് 46 കിലോമീറ്റർ എടുത്തു ഇവിടെ എത്താനായിട്ട്. ഇനി എവിടെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ചെറുതായിട്ട് വിശന്ന് തുടങ്ങി. ഇനി എവിടെയും നല്ലൊരു ഹോട്ടലോ ബേക്കറി കണ്ട് ഫുഡ് കഴിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊന്ന് ഫ്രഷായി. ഇനി നമ്മൾ അടിമാലിയിൽ നിന്ന് ഞാൻ ഈ മൂന്നാറിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. ഇനി ഏകദേശം ഇവിടെ നിന്നൊരു 30 കിലോമീറ്ററോളം ഞാൻ മൂന്നാറിലെത്തുന്നതാണ്. ഇനിയുള്ള റിയൽ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമ്പിനേക്കാൾ കൂടുതൽ ഈ വെതറാണ്. നല്ല സണ്ണിയാണ്, അതിൻ്റെ ഒപ്പം നല്ല ഹെവി ട്രാഫിക്കും. സോ ഇടയ്ക്കൊക്കെ റോഡ് വർക്ക്സ് നടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നറിയത്തില്ല. എന്തായാലും ഇപ്പോൾ നല്ല എനർജറ്റിക്കായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. See you soon.
അങ്ങനെ മൂന്നാർ ഏകദേശം എത്താറായി. ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. അത്യാവശ്യം നല്ലപോലെ മടുത്ത് കേട്ടോ. ക്ലൈംബ് എന്ന് വെച്ചാൽ നല്ല ക്ലൈംബ്, നല്ല ചൂടുമാണ്, ചെറിയൊരു ഹെഡ് വിൻഡും ഉണ്ട്. അത് കാരണം ലേശം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ വ്യൂ കാണുമ്പോൾ ഉണ്ടല്ലോ എല്ലാം മറക്കുന്നു. പക്ഷേ കാലിതിലായിട്ടും മടുത്തിട്ടില്ല. അത് കാരണം ഇനി ഒരു 10 കിലോമീറ്ററോളം സുഖമായിട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഒരു മണിയോടെ മൂന്നാർ എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, ഇനി മൂന്നാറെത്താൻ 5-6 കിലോമീറ്ററോളം നോക്കിയുള്ളൂ. നല്ലപോലെ ടയേർഡായി. വെതർ അത്ര സൂപ്പർ അല്ലായിരുന്നു, പിന്നെ ഹെവി ട്രാഫിക്കും. അങ്ങനെ ഗൈസ്, അങ്ങനെ മൂന്നാർ ടൗണിൽ എത്തിയേക്കുമാണ്. വിചാരിച്ച ഷെഡ്യൂളിലേക്കാളും അരമണിക്കൂർ പുറകിലേക്ക് പോയി. അതും ഞാനൊരു ഓട്ടോ പിക്ക് ചെയ്യണമെന്ന് പള്ളിവാസൽ കഴിഞ്ഞ് അതിൻ്റെ പള്ളിവാസൽ കഴിഞ്ഞ് മൂന്നാറിൻ്റെ ഫസ്റ്റ് വ്യൂ പോയിന്റ് തുടങ്ങുന്ന സമയം അവിടെ നിന്നോട്ട് എനിക്ക് ഓട്ടോ പിക്ക് ചെയ്യണമെന്ന്. സൈക്കിളിൻ്റെ പെഡല് ചെറുതായിട്ട് ഇറങ്ങി പോയ ഭയങ്കരമായിട്ട് ലൗഡ്സ് നോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സൈക്കിളിൻ്റെ പെഡലിന് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞ്, ഓയിലില്ലാത്തത് കാരണം ആയിരിക്കും എന്നവർ പറഞ്ഞു. അപ്പോൾ ഇന്നലെ പെഡല് മാറണം. അപ്പം അതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. സോ ഇത് ട്രൈ ചെയ്യാം. സൈക്കിളിൻ്റെ പെഡലിൽ ഒരു കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കണം. മൂന്നാർ ടൗൺ വിചാരിച്ചിട്ടില്ല, ഭയങ്കര തിരക്ക്. എനിക്കത് ഇലക്ഷൻ്റെയും കൂടെ ആയിരിക്കും. ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല. ഭയങ്കര പൊല്യൂഷൻ. ചേട്ടൻ പയ്യെ റിപ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്, എന്താവും അറിയത്തില്ല. ഫോർ ദ ബെസ്റ്റ്. സോ സൈക്കിളൊക്കെ ശരിയായി കിട്ടി. മീൽസ് ഉണ്ടെന്ന് വഴിയൊക്കെ എനിക്ക് കയറിയതാണ്. ചപ്പാത്തി ഇല്ല, മീൽസും ഇല്ല. സോ കുറച്ച് ചിക്കൻ ബിരിയാണി കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 2 മണിയാകുമ്പോഴേക്കും ഡൗൺ ഹിൽ ഇറങ്ങാൻ തുടങ്ങിയ ഒരു 5 മണി 6 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം പോസിറ്റീവായിട്ട് നടക്കുകയാണ്. അങ്ങനെ മൂന്നാറിൽ നിന്ന് ഫുഡ് കഴിച്ച് യാത്ര തിരിക്കുകയാണ്, തിരിച്ച് കോതമംഗലത്തേക്ക്. സൈക്കിൾ റിപ്പയർ ചെയ്തതിന് ശേഷം അറ്റ് പ്രസൻറ്റ് പെടലിൽ നിന്ന് സൗണ്ടൊന്നും വരുന്നില്ല. കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. ഈവൻ ഡൗൺ ഹില്ലാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ നമുക്ക് ചവിട്ടേണ്ടതുണ്ട്. സോ ഇനിയുള്ളൊരു 70 കിലോമീറ്റേഴ്സിൽ ഒരു 75-80% ഡൗൺ ഹില്ലാണ്. ഒരു 10% സ്ട്രെയിറ്റും ബാക്കി 5% റോളിങ് ഹിൽസ് പോലത്തെ ഹിൽസ് ഉണ്ട്, പിന്നെ ക്ലൈംബ് ഉണ്ട്. എനിവേ നമ്മൾ മൂന്നാർ എത്താനായിട്ട് ഏകദേശം 7 മണിക്കൂറിലെടുത്തു. ഇനി തിരിച്ചൊരു 4 മണിക്കൂറിനുള്ളിൽ എത്തണം എന്നാണ് പ്ലാൻ. ഡൗൺ ഹില്ലാണ് നമുക്ക്, പക്ഷേ അങ്ങനെ ഫ്രീ ആയിട്ട് സൈക്കിളിനും കൂടി പോകാൻ പറ്റത്തില്ല. ഒന്ന് റോഡ് വർക്ക്സ് നടക്കുന്നുണ്ട്, നല്ലപോലെ ചരലൊക്കെ ഉണ്ട്, സ്ലിപ്പ് ആവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. സോ കൺട്രോൾ ചെയ്ത് വേണം പോകാനായിട്ട്. ചെറിയ രീതിയിൽ വെയിൽ മങ്ങിയിട്ടുണ്ട്, കാരണം യാത്ര വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. അടിമാലിയിൽ ഇവിടെ പള്ളിവാസൽ വരെ ഉള്ളൂ കേട്ടോ വെയിലില്ലാത്തത്. അത് കഴിഞ്ഞ് വലിയ വെയിലുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് നമ്മൾ കാണാം, നല്ലപോലെ മിസ്റ്റ് ഇറങ്ങി. അടിപൊളിയാണ്. കണ്ടിന്യൂസ് റൈഡ് ചെയ്ത് കാരണം ഒരു സ്റ്റോപ്പ് എടുക്കാൻ വിചാരിച്ചു, കുറച്ച് കരിമീൻ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. ഫുൾ ടൈം റൈഡ് ചെയ്ത് ടയറും പണി തരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കരിമീൻ ജ്യൂസ് കൊടുത്തിട്ട് പോകാൻ വിചാരിച്ചു. അടിമാലി എത്താറായി. ഒരു 8 കിലോമീറ്റർ കൂടി വരും. അപ്പോൾ നല്ല കരിമീൻ ജ്യൂസ്. അടിമാലി ടൗൺ എത്താറായി. 2-3 കിലോമീറ്റർ കൊണ്ട് അടിമാലി എത്തും.
ഹെഡ് വിൻഡുണ്ട്, നല്ല ഹെഡ് വിൻഡുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പ്രതീക്ഷിച്ചത് ടെയിൽ വിൻഡ് കിട്ടുമെന്നാണ് തിരിച്ചു വരുമ്പോൾ. പക്ഷേ ഓപ്പോസിറ്റാണ്, ഹെഡ് വിൻഡാണ്. സ്പീഡ് കിട്ടുന്നില്ല ഹെഡ് വിൻഡ് കാരണം. കുഴപ്പമില്ല, നമുക്ക് സമയത്ത് തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നാൽ മതി. നേര്യമംഗലം ഡൗൺ ഹില്ലാണ്. ആദ്യം വളരെ ബുദ്ധിമുട്ടി കയറിപ്പോയപ്പോൾ കയറ്റം ഈസി ആയിട്ട് ഡൗൺ ഹിൽ. ഇങ്ങനെയുള്ള റൈഡ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഫീലിംഗ് കിട്ടുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഡൗൺ ഹില്ലാണ്. ഏതൊരു കയറ്റത്തിന് ഇറക്കമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സോ എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചേക്കാൾ ഒരു അരമണിക്കൂർ മാത്രമേ റൈഡ് പുറകോട്ടേക്ക് പോയുള്ളൂ. അതാ അവസാനം മൂന്നാർ അടുക്കാറായപ്പോഴത്തേക്കും പള്ളിവാസലിലൊക്കെ ഭയങ്കര റോഡ് വർക്കായ കാരണം അത്ര എഫിഷ്യൻ്റായിട്ട് സൈക്കിൾ ഓടാൻ പറ്റില്ല. സൈക്കിളിൻ്റെ പെഡലും ചെറുതായിട്ട് ഡാമേജ് ആയിരുന്നു. എനിവേ സോ ഫാർ ഗുഡ്. നേര്യമംഗലം ഒരു 15 മിനിറ്റുള്ളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൈക്കിളിന് കുറച്ച് കൂടുതലായിട്ട് കാറ്റടിച്ചോന്നും സംശയം ഇല്ലാതില്ല. അവസാനം മൂന്നാർ വെച്ച് റീഫില്ല് ചെയ്തപ്പോൾ ടയർ ചെറുതായിട്ട് ഇങ്ങ് തെറിക്കുന്നുണ്ട്. കുഴപ്പമില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. മഴക്കാലത്ത് ഈ റോഡ് ഒരു രക്ഷയില്ല. ആ കാണുന്ന മലയെക്കൂടെയൊക്കെ അതെല്ലാം അരുവികൾ വന്നിറങ്ങി പ്രത്യേക രസമാണ് ഈ റോഡ് കാണാനായിട്ട്. ഇനി നമുക്ക് അധികം ദൂരമില്ല നേര്യമംഗലത്തിന്, വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. സോ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ഇങ്ങനെയുള്ള യാത്രകൾ നടത്തണം, ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും. അത് നമ്മുടെ മൈൻഡും ഇതൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ പറയുന്നത് വീക്കായി പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇന്നിപ്പോൾ പോയ വഴിക്ക് ഭയങ്കര ഹാർഡ് ചലഞ്ചായിരുന്നു. ആഫ്റ്റർ അടിമാലി നല്ല കയറ്റം, റോഡ് വർക്ക്സ്, എക്സ്ട്രീം ഹോട്ട്, അതിൻ്റെ പൊല്യൂഷനും ഡസ്റ്റ് പൊല്യൂഷൻ, ഭയങ്കര പൊല്യൂഷനായിരുന്നു. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ യാത്ര നടത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മൈൻഡും ഫ്രഷ് ആവും, നമ്മൾ മെൻ്റലി നല്ല സ്ട്രോങ് ആവും നമ്മൾ. അങ്ങനെ റാണിക്കൽ എന്ന മൈൽ സ്റ്റോൺ എത്തിയിരിക്കുകയാണ്. ഹൈ റേഞ്ചിനോട് ഇവിടെ പറയുകയാണ്. ഓ നൈസ്. കുറച്ച് സ്പീഡിലെടുക്കുന്നത് നമ്മളെ F1 അല്ലല്ലോ, ഈ ബൈക്കൊക്കെ പോകുന്ന കൂടെ. പക്ഷെ സാധിച്ചില്ല. സേഫായിട്ട് മല ഇറങ്ങാൻ സാധിച്ചില്ല, അത് മതി. അങ്ങനെ നേര്യമംഗലം ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് വീട്ടിലേക്കൊരു ഹാർഡ്ലി 20 കിലോമീറ്റേഴ്സ്. ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ടോ ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് പോകണം. ബിക്കോസ് ഡീഹൈഡ്രേറ്റ് ആവാൻ തുടങ്ങി. ഇന്നത്തെ ഈ മൂന്നാർ റൈഡിന് ഉപയോഗിച്ച എൻ്റെ ബൈക്ക് ഈ മോൺറോഡ് ബ്ലൂസ് 1.1 ആണ്. ഏകദേശം 5-8 വർഷത്തോളം പഴക്കമുള്ള ബൈക്കാണത്. അങ്ങനെ ഞാൻ കോതമംഗലം ടു മൂന്നാർ ആൻഡ് ബാക്ക് ടു കോതമംഗലം റൈഡ്, എൻ്റെ ഡ്രീം റൈഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പല കാരണങ്ങളാൽ റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. ഈവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ലായിരുന്നു. എനിവേ
ബൈ ഗോഡ് ഗ്രേസ് യാതൊരു കുഴപ്പമില്ലാതെ റൈഡ് കംപ്ലീറ്റ് ആക്കി. അവസാനത്തെ ഒരു മൂന്നാറിന് അവസാനത്തെ 6 കിലോമീറ്റർ ആയപ്പോൾ സൈക്കിളിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഓൾറൈറ്റ് ആയിരുന്നു. ഫുള്ളി ക്ലൈംബായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും ക്ലൈംബ് ചെയ്യുന്നത്. അടിമാലി ടു മൂന്നാർ ഭയങ്കര ടഫായിരുന്നു. ബിക്കോസ് ഒന്ന് എക്സ്ട്രീം ഹോട്ട്, ദെൻ കൂടുതൽ ട്രാഫിക് ആൻഡ് റോഡ് വർക്ക്സ്. അത് കാരണം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കൂടെ സൈക്കിളും കംപ്ലൈൻ്റ് ആയി. സോ ആ ഒരു മൂമെൻറ്റ് ചെറിയൊരു ടഫായിരുന്നു. ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള സാധാരണ ക്ലൈംബ് ചെയ്യുമ്പോൾ ഗീവ് അപ്പ് ചെയ്യാനുള്ള ഒരു എന്നാ പറയുക ഒരു ടെംപ്റ്റേഷൻ എപ്പോഴും വരാറില്ല എനിക്ക്. അങ്ങനത്തെ ടെംപ്റ്റേഷനൊന്നും വന്നില്ല. എനിവേ മൂന്നാറിലെത്തിയപ്പോൾ സന്തോഷം. തിരിച്ച് ഫുൾ ഡൗൺ ഹില്ലായിരുന്നാലും അതിലും സന്തോഷം. പിന്നെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. റോഡും നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ടയർ കുറച്ച് പുത്തൻ ടയറാണ്, പക്ഷേ ചെറിയ ക്രാക്സ് ഒക്കെ ഉള്ളത് കാരണം ഒരു പേടിയുണ്ടായിരുന്നു, എന്തെങ്കിലും ടയർ ബ്ലാസ്റ്റ് ആവുമെന്നുമല്ലോ. ബിക്കോസ് ഞാൻ ആ മൂന്നാർ വെച്ച് ടയറിൽ എയർ റീഫിൽ ചെയ്തപ്പോൾ അവിടുത്തെ ആ മെക്കാനിക്ക് കുറച്ച് കൂടുതൽ ഫില്ല് ചെയ്യുമെന്ന് സംശയമാണ്. ബിക്കോസ് ചെറിയായിട്ട് ബമ്പി ആവുന്നുണ്ടായിരുന്നു. എനിവേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സേഫായിട്ട് തിരിച്ചെത്തി. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അഡ്വെഞ്ചേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ.